നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. KSRTC ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി LDF-ൽ വിവാദം മുറുകുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും MLA BK പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും ഇലക്ട്രിക് ബസ്സുകൾ നിലനിർത്തണമെന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. KSRTC MD ബിജു പ്രഭാകർ ബുധനാഴ്ച ഇലക്ട്രിക് ബസ്സുകളുടെ വരുമാനം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകും. ഗതാഗത മന്ത്രി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. തുടർന്ന് മുഖ്യമന്ത്രിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്നും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നഷ്ടമാണെന്നുള്ള ഗണേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് പൊതുവെ ഉയരുന്നത്. വട്ടിയൂർക്കാവ് MLA BK പ്രശാന്ത് തുടങ്ങി വെച്ച വിമർശനം CPM സംസ്ഥാന സെക്രട്ടറി വരെ ഏറ്റെടുത്തതോടെ മന്ത്രി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സർക്കാരിനോടോ CPM-നോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി മാറിയിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയല്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച് MV ഗോവിന്ദന്റെ പ്രതികരണം. ഗതാഗത മന്ത്രിക്കുള്ള താക്കീതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്ന വിലയിരുത്തലുകളും ഇതിനകം ഉയർന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് ആശ്വാസമെങ്കിൽ ഇലക്ട്രിക് ബസ് തുടരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതോടെ ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ ഗതാഗത മന്ത്രിക്ക് U-ടേൺ എടുക്കേണ്ടി വരുമോ എന്നാണ് വിലയിരുത്തൽ. തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണം എന്നതാണ് ഇടതുപക്ഷ നയമാണെന്നും അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയത്.